സംസ്ഥാന ബജറ്റിലെ പിണറായി സർക്കാരിന്റെ കർഷക അവഗണനയ്ക്കെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നെൽകർഷകർ ഏകദിന ഉപവാസം നടത്തി. നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാത്തതിൽ ഉൾപ്പെടെ പ്രതിഷേധിച്ചായിരുന്നു സമരം. സംസ്ഥാന ബജറ്റിലെ പിണറായി സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കർഷകരുടെ പ്രതിഷേധം കനക്കുകയാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ നെൽകർഷകർ കടന്നുപോകുന്നത്. നെല്ല് സംഭരണത്തിൽ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുക, താങ്ങുവില കിലോയ്ക്ക് 35 രൂപയാക്കുക, കർഷക പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, PRS വായ്പ ഒഴിവാക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃഷിയെയും ഉൾപ്പെടുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങളായിരുന്നു സംസ്ഥാനത്തെ നെൽകർഷകർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ സർക്കാർ ബജറ്റിൽ അതിൽ യാതൊന്നും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, കേന്ദ്രം സംഭരണ വില കൂട്ടിയപ്പോൾ വെട്ടിക്കുറച്ച സംസ്ഥാന വീതം പുനഃസ്ഥാപിക്കുകയും ചെയ്തില്ല. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ വഞ്ചനയ്ക്കെതിരെ കർഷകർ സമരം നടത്തിയത്. നിരന്തരമായി കർഷകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യവും ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് താങ്ങുവില, ഉൽപാദന ചെലവിനനുസൃതമായ താങ്ങുവില ലഭിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. സംസ്ഥാന ഗവൺമെന്റ് തരുന്ന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന നമ്മുടെ ആവശ്യം നിരാകരിക്കുക മാത്രമല്ല, ആ കേന്ദ്ര ഗവൺമെന്റിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ച 1.43 വെട്ടിച്ചുരുക്കി, മറിച്ച് നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ, അതുപോലെ ഈ PRS വായ്പ ഞങ്ങൾക്ക് വേണ്ട. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരമെങ്കിലും പിന്തുണയുമായി മറ്റ് നിരവധി കർഷക സംഘടനകളും എത്തിയിരുന്നു. കളക്ടറേറ്റിന് മുന്നിലേത് സൂചനാ സമരം മാത്രമാണെന്നും തങ്ങളുടെ ആവശ്യങ്ങളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും കർഷകർ പറഞ്ഞു. ജനം, പാലക്കാട്.